Hi friends, welcome to Hajas Classes. അപ്പോൾ ഏറ്റവും പുതിയ നിയമനങ്ങളെ കുറിച്ചാണ്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സിലെ അപ്പോയിന്റ്മെന്റുകളുമായി ബന്ധപ്പെട്ട ഒരു വളരെ ചെറിയ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ഏറ്റവും പുതിയ ക്ലാസ്സുകളൊക്കെ ലഭിക്കുകയാണ്. അതുപോലെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഇതുപോലെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു PDF നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനിയും നമ്മുടെ ടെലഗ്രാം ചാനലിൽ അംഗമായിട്ടില്ലെങ്കിൽ ഒന്ന് അംഗമാകാൻ ശ്രമിക്കുക. ഹാജാസ് ക്ലാസ്സസ് എന്ന് തന്നെയാണ് ടെലഗ്രാം ചാനലിൻ്റെയും പേര്. സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സിൻ്റെ ഡെയിലി നോട്ടുകൾ, അതുപോലെ ഏറ്റവും പുതിയ PSC അപ്ഡേറ്റുകൾ, പിന്നെ ഷോർട്ട് ലിസ്റ്റുകൾ വരുന്നതിൻ്റെ അനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം, ക്ലാസ്സുകൾ, മെമ്മറി കോഡ്സ് ഒക്കെ നമ്മൾ ഈ ഒരു ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അംഗമാകാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഹാജാസ് ക്ലാസ്സസ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. ഓക്കെ, വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാ ക്ലാസ്സിലേക്ക് പോകല്ലേ? സെറ്റ് അല്ലേ? ഓക്കേടാ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തെ കുറിച്ചാണ്. ആരാണ്? ഇന്ത്യൻ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു. ആരാണ് ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി? ദ്രൗപദി മുർമു ആണ്. ഏതാണ് സംസ്ഥാനം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഒഡീഷ സ്വദേശിനിയാണ്. ഏതാണ്? ഒഡീഷ സ്വദേശിനിയാണ് ദ്രൗപദി മുർമു എന്ന് മനസ്സിലാക്കുക. ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്ന വ്യക്തി കൂടിയാണ്. ജാർഖണ്ഡിന്റെ ഗവർണർ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ 15ാമത്തെ രാഷ്ട്രപതിയാണ്. എത്രാമത്തെ? 15ാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു എന്ന് പറയുന്നത്. 15ാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. പരാജയപ്പെടുത്തിയത് യശ്വന്ത് സിൻഹയാണ്. അതായത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയത് യശ്വന്ത് സിൻഹയാണ് എന്ന് മനസ്സിലാക്കുക. ഒന്നുകൂടെ പോയിന്റ് ഔട്ട് ചെയ്യുക. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണ്. സ്വദേശിനി ഏതാണെന്ന് ചോദിച്ചാൽ ഒഡീഷ സ്വദേശിനിയാണ്. ഒഡീഷ സ്വദേശിനിയാണ്. 15ാമത് ഇന്ത്യയുടെ രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയാണ്. പരാജയപ്പെടുത്തിയത് യശ്വന്ത് സിൻഹയാണ് എന്ന് മനസ്സിലാക്കുക. ആരെയാണ് പരാജയപ്പെടുത്തിയത്? യശ്വന്ത് സിൻഹയെ പരാജയപ്പെടുത്തി. എന്നാൽ അടുത്തത് ഉപരാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ആണ്. ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ. രാജസ്ഥാൻ സ്വദേശിനിയാണ്. ജഗ്ദീപ് ധൻഖർ രാജസ്ഥാൻ സ്വദേശിയാണെന്ന് മനസ്സിലാക്കുക. സ്വദേശിനിയല്ല, സ്വദേശിയാണ്. ഓക്കെ, അതായത് ദ്രൗപദി മുർമു ഒഡീഷ സ്വദേശിനിയാണെങ്കിൽ ജഗ്ദീപ് ധൻഖർ, ഉപരാഷ്ട്രപതിയായ ജഗ്ദീപ് ധൻഖർ രാജസ്ഥാൻ സ്വദേശിയാണ്. ഏതാണ്? രാജസ്ഥാൻ സ്വദേശിയാണ്. എന്നാൽ 14ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. 14ാമത് ഉപരാഷ്ട്രപതിയാണ്. ദ്രൗപദി മുർമു ഇന്ത്യയുടെ 15ാമത്തെ രാഷ്ട്രപതിയും ജഗ്ദീപ് ധൻഖർ ഇന്ത്യയുടെ 14ാമത്തെ ഉപരാഷ്ട്രപതിയുമാണ് എന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോവുക. എത്രാമത്തെ രാഷ്ട്രപതിയാണ് എന്നൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കുക. ഏതാണ് സംസ്ഥാനം, ഏത് സംസ്ഥാനത്തുള്ള ആളാണ് എന്നുകൂടി കൃത്യമായി പഠിച്ചു വെക്കുക. ഈ 2 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണ് ഉപരാഷ്ട്രപതി എന്ന പോയിന്റ് കൂടി പഠിക്കുക. രാജ്യസഭയുടെ ചെയർമാനാണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനാണ് നമ്മുടെ രാഷ്ട്രപതി. ഇന്ത്യയുടെ എല്ലാ ബില്ലുകളൊക്കെ നിയമമാകുന്നത് രാഷ്ട്രപതിയുടെ ഒപ്പുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് 3 പേരാണ്. അതാരൊക്കെയാണെന്നറിയോ? ഒന്ന് ഇന്ത്യൻ രാഷ്ട്രപതി, പിന്നെ ലോക്സഭയും രാജ്യസഭയും. അപ്പൊ രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്തൊരു പോയിന്റ്, നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു 5-6 മന്ത്രിമാരെ നമുക്കൊന്ന് പഠിച്ചു വെക്കാം. കേന്ദ്ര ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട മന്ത്രിമാർ, അതിലേറ്റവും തലവൻ ആരാണ്? പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് മനസ്സിലാക്കുക. എന്നാൽ 2ാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള രാജ്നാഥ് സിംഗ്. 3ാമത്തെ ആ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത് അമിത്ഷായാണ്. ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രിയാണ് അമിത്ഷാ എന്ന് പറയുന്നത്. ആരാണ്? ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രിയാണ് അമിത്ഷാ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ JP നദ്ദയാണ്. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദയാണ്. എന്നാൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ നിർമ്മല സീതാരാമൻ. നമുക്കിപ്പോൾ ബജറ്റ് കഴിഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം നിർമ്മല സീതാരാമൻ. അതുപോലെ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? S ജയശങ്കർ ആണ്. S
ജയശങ്കറാണ് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്. അതുപോലെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? അത് നിതിൻ ഗഡ്കരിയാണ്. ഇപ്പം നമുക്കറിയാം NH-ന്റെ ഒക്കെ പണി വളരെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ NH-ന്റെ വർക്ക് 2025 ഡിസംബറോടെ തീരുമെന്നാണ് നമ്മുടെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ആരാണെന്ന ചോദ്യം ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഉത്തരം നിതിൻ ഗഡ്കരിയാണ്. കേന്ദ്രത്തിലെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരി. ഒന്നുകൂടി ഇത് പഠിച്ചേക്കുക. പ്രധാനമന്ത്രി നമുക്ക് അറിയാവുന്നതാണ്, നരേന്ദ്രമോദിയാണെന്ന് അറിയാം. അതുപോലെ പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് ആണ്. പ്രതിരോധ വകുപ്പ് മന്ത്രി, ഇന്ത്യയുടെ പ്രതിരോധത്തിന്റെ മന്ത്രിയാണ് ആര്? രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അമിത്ഷാ. ആഭ്യന്തര വകുപ്പ് അമിത്ഷാ തന്നെയാണ്. സഹകരണ വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. ആഭ്യന്തര സഹകരണ വകുപ്പ് മന്ത്രിയാണ് അമിത്ഷാ എന്ന് പറയുന്നത്. പിന്നെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ JP നദ്ദ. കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി JP നദ്ദയാണ്. അതുപോലെ ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ. അതുപോലെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയാണ് നമ്മുടെ നിതിൻ ഗഡ്കരി എന്ന് പറയുന്നത്. ആരാണ്? നിതിൻ ഗഡ്കരി. ഓക്കെ, അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ ഒരു കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. ആരാണ് ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ്. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ്. മറ്റ് രണ്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ കൂടിയുണ്ട്. അവരാരൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ് എന്ന് മനസ്സിലാക്കുക. രാജീവ് കുമാർ വിരമിച്ച ഒഴിവിലേക്കാണ് ജ്ഞാനേഷ് കുമാർ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി അധികാരമേറ്റിരിക്കുന്നത്. കൂടെ രണ്ട് കമ്മീഷണർമാരുണ്ട്. അതിൽ ഒരാളാണ് സുഖ്ബീർ സിംഗ് സന്ധു. ആരാണ്? സുഖ്ബീർ സിംഗ് സന്ധു. അദ്ദേഹമാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. മറ്റൊരാൾ ഡോക്ടർ വിവേക് ജോഷിയാണ്. ഡോക്ടർ വിവേക് ജോഷി. അപ്പോൾ രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ളത്. അതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രണ്ടുപേരാണ്. ഒന്ന് സുഖ്ബീർ സിംഗ് സന്ധുവും മറ്റൊന്ന് വിവേക് ജോഷിയും. ഇത് പഠിച്ചു വെക്കുക, ചോദിക്കും. സാധ്യത കൂടിയ ഒരു ഏരിയയാണ് ഈ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അല്ലെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പോയിന്റ് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു പോവുക. ഈ ഫോട്ടോ നോക്കുക, രണ്ട് ഫോട്ടോ നിങ്ങൾക്ക് കൃത്യമായി തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് ജ്ഞാനേഷ് കുമാർ. ആരാണ് ജ്ഞാനേഷ് കുമാർ? പറ, നിങ്ങൾ ഉത്തരം പറയുക. അതുപോലെ സുഖ്ബീർ സിംഗ് സന്ധു ആരാണ്? അതുപോലെ വിവേക് ജോഷി. ഇത് രണ്ടും ആരാണെന്ന് നിങ്ങൾ വ്യക്തമാക്കി പഠിച്ചല്ലോ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു പോയിന്റിലേക്ക് പോവാം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫോട്ടോ. ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് ആളെ മനസ്സിലായെങ്കിൽ നിങ്ങൾ ഓക്കെയാണ്. നിങ്ങൾ കറണ്ട് അഫയേഴ്സ് കറക്റ്റ് ട്രാക്കിലേക്കാണ്. അറിയില്ലെങ്കിൽ പറഞ്ഞുതരാം. ഇദ്ദേഹമാണ് റിസർവ് ബാങ്കിന്റെ ഗവർണർ. ആരാണ്? സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്കിന്റെ ഗവർണറായ സഞ്ജയ് മൽഹോത്രയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. നമ്മളെ ഷോർട്ട് വഴിയൊക്കെ ഇത് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. ഷോർട്സ് ഒക്കെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഷോർട്സ് ഒക്കെ ഇനി ഒരുപാട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ കട്ടക്ക് കൂടെ നിന്നാൽ മാത്രം മതി. ഓക്കേടാ? അപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര റിസർവ് ബാങ്ക് ഗവർണറാണ്. കൂടാതെ 4 ഡെപ്യൂട്ടി ഗവർണർമാർ കൂടിയുണ്ട്. നമുക്ക് ആ 4 ഡെപ്യൂട്ടി ഗവർണർമാരെയും ഒന്ന് വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ, 4 ഡെപ്യൂട്ടി ഗവർണർമാർ. ഓക്കെ, നോക്കാം. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് ടി രവിശങ്കർ ആണ്. ടി രവിശങ്കർ. മറ്റൊന്ന് സ്വാമിനാഥൻ ജാനകിരാമൻ. പിന്നെ MD പട്ര. അതുപോലെ M രാജേശ്വര റാവു എന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ റിസർവ് ബാങ്ക് ഗവർണറാണ് കൃത്യമായി പഠിക്കേണ്ടത്. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. ശക്തികാന്ത ദാസിന് ശേഷമാണ് റിസർവ് ബാങ്ക് ഗവർണറായി സഞ്ജയ് മൽഹോത്ര എത്തുന്നത്. 4 ഡെപ്യൂട്ടി ഗവർണറാണുള്ളത്. നമ്മുടെ സെക്രട്ടേറിയറ്റ് പോലുള്ള പരീക്ഷയിൽ ചിലപ്പോൾ ഇതിൽ ആരെങ്കിലും പേര് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് കിട്ടാതിരിക്കരുത്. അതുകൊണ്ടാണ് 4 പേരുടെ പേരിവിടെ തന്നിരിക്കുന്നത്. ടി രവിശങ്കർ, സ്വാമിനാഥൻ ജാനകിരാമൻ, MD പട്ര, രാജേശ്വര റാവു. ഓക്കേടാ? 4 പേരെയാണ് ഇവിടെ പഠിച്ചു പോവുക. അപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് എന്ന് മനസ്സിലാക്കാം. അടുത്തത് ഈ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതാണ് ഇന്ത്യയുടെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ആരാണ്? ഇന്ത്യയുടെ CAG എന്ന് പറയും. CAG ഇന്ത്യയുടെ CAG ആണ് K സഞ്ജയ് മൂർത്തി. പേര് ഓർത്ത് വെക്കുക, K സഞ്ജയ് മൂർത്തി. ഇന്ത്യയുടെ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ് K സഞ്ജയ് മൂർത്തി എന്ന് പറയുന്നത്. CAG ആണ് സഞ്ജയ് മൂർത്തി. അതുപോലെ നമ്മുടെ
വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ. ആരാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ? ആർ വെങ്കിട്ട രമണിയാണ്. ആർ വെങ്കിട്ട രമനാണ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ AG, ഇന്ത്യയുടെ അറ്റോർണി ജനറൽ എന്നറിയപ്പെടുന്നത് ആർ വെങ്കട്ടരമണി. അപ്പൊ കൃത്യമായി മനസ്സിലാക്കുക, CAG ആരാണ്? CAG കെ സഞ്ജയ് മൂർത്തിയാണ്. അതുപോലെ AG അറ്റോർണി ജനറൽ ആർ വെങ്കിട്ട രമണി, ആർ വെങ്കട്ട രമണിയാണ് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ പഠിച്ചിട്ട് പോവുക. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ്. അടുത്തത് ആരാണെന്നറിയോ? ഇദ്ദേഹമാണ് ഇന്ത്യയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന. പേര് മറക്കരുത്, സഞ്ജീവ് ഖന്ന. ഇവിടെ തന്നെ പഠിക്കുക, ഫോട്ടോ കാണുക. ഇതാണ് സഞ്ജീവ് ഖന്ന. ഓക്കെ, ഇദ്ദേഹം ഇന്ത്യയുടെ 51ാമത്തെ ആരാണ്? ചീഫ് ജസ്റ്റിസ് ആണ്. എന്നാൽ ചിലപ്പോൾ നമുക്ക് ചോദ്യം വരാൻ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. ഇദ്ദേഹത്തിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന DY ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർഡറായി പഠിക്കുക. ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് DY ചന്ദ്രചൂഡാണ്. ധനഞ്ജയ Y ചന്ദ്രചൂഡ് എന്ന് പറയാം. അതുപോലെ ഇപ്പോഴത്തെ നിലവിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് ചോദിച്ചാൽ സഞ്ജീവ് ഖന്ന. ആരാണ്? സഞ്ജീവ് ഖന്ന. ഓക്കെ, അപ്പോൾ പഠിച്ചു പോവുക. കൃത്യമായി ഇവിടുന്ന് തന്നെ പഠിക്കാൻ വേണ്ടി നോക്കുക. അടുത്ത നമ്മൾ ഫോഴ്സിലേക്ക് പോവുകയാണ്. ഫോഴ്സിന്റെ ഹെഡ് നോക്കാം. നമുക്കറിയാം ഇന്ത്യയുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, അതായത് 3 ഫോഴ്സുകളെയും ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരു പദവി തുടങ്ങിയിട്ടുണ്ട്. അതാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അതായത് ആർമിയെയും നേവിയെയും എയർഫോഴ്സിനെയും കൂടി ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ ഒരൊറ്റ പോസ്റ്റ് എന്ന രീതിയിൽ ഒന്ന് കൊണ്ടുവന്നു. അതാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്, CDS എന്ന് പറയും. CDS, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. ഇതിന്റെ ഹെഡാണ് അനിൽ ചൗഹാൻ. ഇതിന്റെ ഹെഡാണ് അനിൽ ചൗഹാൻ. ഏറ്റവും ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ചോദിച്ചാൽ അത് ബിപിൻ റാവത്ത് ആണ്. ആരാണ്? ബിപിൻ റാവത്താണ്. ബിപിൻ റാവത്ത്. ബിപിൻ റാവത്ത് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്തൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് എന്ന് പറയുന്ന നിലവിൽ ചോദിച്ചാൽ അനിൽ ചൗഹാനും, ഏറ്റവും ആദ്യത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ചോദിച്ചാൽ ബിപിൻ റാവത്തുമാണ്. ഏറ്റവും ആദ്യം ബിപിൻ റാവത്ത്, നിലവിലെ CDS അല്ലെങ്കിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ചോദിച്ചാൽ അനിൽ ചൗഹാൻ. ആരാണ്? അനിൽ ചൗഹാനാണ്. ആരാണ് നിലവിലെ ആർമി ചീഫ് എന്ന് ചോദിച്ചാൽ ഉപേന്ദ്ര ദ്വിവേദിയാണ്. ഉപേന്ദ്ര ദ്വിവേദിയാണ് നിലവിലെ ആർമി ചീഫ്. എന്നാൽ നേവി ചീഫ് ചോദിച്ചാൽ ദിനേശ് കുമാർ ത്രിപാഠി. നേവി ചീഫ് ദിനേശ് കുമാർ ത്രിപാഠിയും അതുപോലെ നമ്മുടെ എയർ ചീഫ് മാർഷൽ എന്ന് പറയുന്നത് AP സിംഗുമാണ്. ആരാണ്? AP സിംഗ്. അവിടെ മനസ്സിലാക്കുക, ആർമിയുടെ ചീഫ് എന്ന് പറയുന്നത് ഉപേന്ദ്ര ദ്വിവേദി. ഇതാ ഈ കാണുന്ന വ്യക്തിയാണ് ഉപേന്ദ്ര ദ്വിവേദി. ഇദ്ദേഹമാണ് ആർമിയുടെ ചീഫ് എന്ന് പറയുന്നത്. എന്നാൽ നേവിയുടെ ചീഫ് ചോദിച്ചാൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ്. ആരാണ്? ദിനേശ് കുമാർ ത്രിപാഠി. ദിനേശ് കുമാർ ത്രിപാഠി. 3 പേര് നേവി ചീഫ്, അതായത് 3 പേരാണ്. ദിനേശ് കുമാർ ത്രിപാഠി അത് നേവിയാണെന്ന് ഓർക്കുക. AP സിംഗ് എന്ന് പറയുന്നത് എയർ ചീഫ്. APയിലെ A എന്ന് പറയുന്നത് എയർ എന്നങ്ങ് ഓർത്താൽ മതി. AP സിംഗ് എയർ ചീഫ് മാർഷലുമാണ്. ആർമിയുടെ ആണെങ്കിൽ ഉപേന്ദ്ര ദ്വിവേദി. ഉപേന്ദ്ര ദ്വിവേദി, ദിനേശ് കുമാർ ത്രിപാഠി, AP സിംഗ്. അതായത് ഒന്നുകൂടെ പഠിക്കുക, ഉപേന്ദ്ര ദ്വിവേദി, ദിനേശ് കുമാർ ത്രിപാഠി, AP സിംഗ്. ആർമി നേവി എയർ, ആർമി നേവി എയർ. ഇങ്ങനെ ഈ ഒരു ഓർഡറിൽ അങ്ങ് പഠിക്കുക. ആർമി നേവി എയർ, ഉപേന്ദ്ര ദ്വിവേദി, ദിനേശ് കുമാർ ത്രിപാഠി, AP സിംഗ്. ഉപേന്ദ്ര ദ്വിവേദി, ദിനേശ് കുമാർ ത്രിപാഠി, AP സിംഗ്. ഓക്കെ അല്ലേ? അവിടെ പഠിച്ചു വെക്കുക. അനിൽ ചൗഹാൻ ആരാണ്? അനിൽ ചൗഹാനാണ് CDS, ചീഫ് ഓഫ് എയർ ഡിഫൻസ് സ്റ്റാഫ്. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? അനിൽ ചൗഹാനുമാണ് എന്ന് മനസ്സിലാക്കുക. അത് ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്തതിലേക്ക് പോകാലോ. അടുത്ത നീതി ആയോഗവുമായി ബന്ധപ്പെട്ടതാണ്. നീതി ആയോഗവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ നോക്കാം. നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കും നീതി ആയോഗിന്റെ ചെയർമാൻ. ആരാണ്? നിലവിൽ നരേന്ദ്രമോദിയാണ്. ഇന്ത്യയുടെ നീതി ആയോഗിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. ഇതിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട്. ആരാണ് വൈസ് പ്രസിഡന്റ്? അദ്ദേഹമാണ് സുമൻ ബെറി. അദ്ദേഹത്തിന്റെ പേരാണ് സുമൻ ബെറി. അതുപോലെ തന്നെ ഒരു സിഒയും ഉണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ട്. അദ്ദേഹമാണ് BVR സുബ്രഹ്മണ്യം. ആരാണ്? BVR സുബ്രഹ്മണ്യം. ചെയർമാൻ നരേന്ദ്രമോദി, വൈസ് പ്രസിഡന്റ് സുമൻ ബെറി. ആരാണ്? സുമൻ ബെറി. ഫോട്ടോ കാണുക. ഇദ്ദേഹമാണ് സുമൻ ബെറി. ഇദ്ദേഹമാണ് നീതി ആയോഗിന്റെ വൈസ് പ്രസിഡന്റ്. നീതി ആയോഗിന്റെ വൈസ് പ്രസിഡന്റ് ആരാണ്? സുമൻ ബെറി.
അതുപോലെ ആരാണ് സിഇഒ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിന്റെ സിഇഒ എന്ന് പറയുന്നത് BVR സുബ്രഹ്മണ്യം. നീതി ആയോഗിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യമാണ്. അപ്പൊ ഈ 3 പേര് നീതി ആയോഗുമായി ബന്ധപ്പെട്ട് പഠിക്കുക. ചെയർമാൻ എപ്പോഴും പ്രധാനമന്ത്രി. ആരാണോ പ്രധാനമന്ത്രി അദ്ദേഹമായിരിക്കും ചെയർമാൻ. ആരാണ് നിലവിൽ? നരേന്ദ്രമോദിയാണ്. വൈസ് പ്രസിഡന്റിലേക്കും സിഇഒയിലേക്കുമാണ് നമ്മൾ വരേണ്ടത്. വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് സുമൻ ബെറി. അതുപോലെ തന്നെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? BVR സുബ്രഹ്മണ്യം. ആരാണ്? BVR സുബ്രഹ്മണ്യം. ഓക്കെ അല്ലേ? ഇവിടെ തന്നെ പഠിച്ചു പോവുക. ഇനി വീണ്ടും ഒരു പഠനം നമ്മൾ നടത്തേണ്ടതില്ല. ഇവിടെ നിന്ന് തന്നെ പഠിച്ചിട്ട് നിങ്ങൾ പോവുക. എടാ, ഈ ഫോട്ടോ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ ആളെ മനസ്സിലായി കാണും. തിരുനെൽവേലി നമ്മുടെ കന്യാകുമാരി സ്വദേശിയായ വ്യക്തിയാണ് ഇദ്ദേഹമാണ് ഏറ്റവും പുതിയ ISROയുടെ ചെയർമാൻ. ISROയുടെ നിലവിലെ ചെയർമാൻ ചോദിച്ചാൽ വി നാരായണൻ. ആരാണ്? വി നാരായണനാണ്. ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. ഉറപ്പായിട്ടും ചോദ്യം വരുന്ന ഒരു പേരാണ് വി നാരായണൻ എന്ന് പറയുന്നത്. ആരാണ്? ISROയുടെ നിലവിലെ ചെയർമാനാണ് വി നാരായണൻ എന്ന് പറയുന്നത്. എന്നാൽ ആരായിരുന്നു തൊട്ട് മുമ്പത്തെ ചെയർമാൻ എന്ന് ചോദിച്ചാൽ എസ് സോമനാഥാണ് തൊട്ട് മുന്നിലത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. മലയാളിയായ വ്യക്തിയാണ്. അപ്പോൾ നിലവിൽ വി നാരായണനും ഇതിനു മുൻപ് എസ് സോമനാഥുമായിരുന്നു എന്ന് മനസ്സിലാക്കുക. എസ് സോമനാഥും മുൻ ISRO ചെയർമാൻ. നിലവിൽ ആരാണ്? വി നാരായണൻ. ഓക്കെ, അടുത്തത് ഇത് ആരാണ് നിങ്ങൾക്ക് അറിയോ? ഇദ്ദേഹമാണ് വി രാമസുബ്രഹ്മണ്യൻ. എടാ, നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത്. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചാൽ വി രാമസുബ്രഹ്മണ്യൻ. ആരാണ്? വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് വി രാമസുബ്രഹ്മണ്യൻ. മറക്കരുത്. അരുൺകുമാർ മിശ്ര ഒന്നും പോയിട്ട് എഴുതരുത്. ഇതൊക്കെ മാറി. ഇതാരാണ്? അദ്ദേഹമൊക്കെ ഒരുപാട് കാലം നമ്മുടെ പരീക്ഷകളിലെ ഇടം പിടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പേരായിരുന്നു അരുൺകുമാർ മിശ്ര എന്ന് പറയുന്നത്. അദ്ദേഹം മാറി എന്ന് മനസ്സിലാക്കുക. ഇനി വി രാമസുബ്രഹ്മണ്യൻ. നമ്മുടെ നാവിലേക്ക് ഇനി വരേണ്ടത് വി രാമസുബ്രഹ്മണ്യൻ എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ. ആ പേരും ഈ ഫോട്ടോയും നിങ്ങൾ മറക്കരുത്. ഓർത്ത് വെച്ചേക്കുക. ഈ പേര് ഉറപ്പായിട്ടും പരീക്ഷയിൽ ചോദിക്കും. കാരണം PSCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നമുക്ക് ഈ പേര് പ്രതീക്ഷിക്കാം, വി രാമസുബ്രഹ്മണ്യൻ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. ആരാണ്? അലക്സാണ്ടർ തോമസ്. കേരളത്തിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ആരാടാ? അലക്സാണ്ടർ തോമസ്. ഓക്കെ അല്ലേ? അപ്പോൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണെങ്കിൽ വി രാമസുബ്രഹ്മണ്യനും, സ്റ്റേറ്റ് മനുഷ്യാവകാശ അതായത് സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ചോദിച്ചാൽ അലക്സാണ്ടർ തോമസുമാണ്. ഇവിടെ മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം അപ്പോയിന്റ്മെന്റുകളാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. ഇത് ചെറിയൊരു വീഡിയോ ആണ്, നമ്മൾ പറഞ്ഞു. ഇതിന്റെ ബാക്കി നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാം ഒരുമിച്ച് തന്ന് നമ്മൾ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇന്നീ തന്നിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പഠിക്കുക. ഇതിന്റെ തൊട്ടു പിന്നാലെ ബാക്കി അപ്പോയിന്റ്മെന്റുകൾ നിങ്ങളെ തേടി വന്നിരിക്കും. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് കിട്ടും. നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ പക്കയാകുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ ഒരു ഹാജാസ് ക്ലാസ്സസ് നിങ്ങളിലേക്ക് എത്തും. ഉറപ്പാണ്. എല്ലാ സബ്ജക്റ്റുകളും ഏറ്റവും അധികം കൃത്യതയോടെ, ഏറ്റവും അധികം വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കട്ടൊക്കെ കൂടെയുണ്ട്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി, വിജയം കൂടെ ഉണ്ടാകും. ഓക്കേടാ, വീണ്ടും കാണാം.